ഹായ് ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ബിടെക്കിൻ്റെ സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ തേർഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. സ്പോട്ട് അഡ്മിഷൻസ് ടു ദി വേക്കൻറ്റ് സീറ്റ്സ് reserved for BTech programs of QSAT is scheduled to be conducted on 4th and 5th December. ഡിസംബർ 4-നും 5-നാണ് നടക്കാൻ പോകുന്നത്. ഓൺലൈൻ മോഡായിരിക്കും. The registration for the same will be from 5 PM on 1st December to 5 PM on 2nd December. ഡിസംബർ 1 5 PM തൊട്ട് ഡിസംബർ 2 5 PM വരെയാണ് ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. Those candidates included in the rank list published for admission to BTech programs of the university can register for spot admission through the link enabled in their homepage. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് പ്രൊഫൈലിൽ എനേബിൾ ആവും. There may be multiple rounds in the spot admission depending on the number of vacancy. നമ്പർ ഓഫ് വാക്കൻസിനനുസരിച്ച് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഉണ്ടാവും ഇതിൽ. SC/ST candidates not included in the rank list for admission to BTech programs will also be considered for vacant SC/ST seats in the absence of candidates included in the rank list. അപ്പോൾ SC/ST candidates റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. These candidates should register for spot admission by using link enabled in home page of admission portal of university admissions.qsat.ac.in. അപ്പോൾ SC/ST സ്റ്റുഡൻസിന് അവരുടെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ admission.qsat.ac.in പോയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് പോലും രജിസ്റ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ അവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് SC/ST candidates, seats reserved for SC/ST quota will be transferred to candidates belong to OEC category in the rank list in the second റൗണ്ട് ഓഫ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് അതിൽ SC/ST വാക്കൻസിയിലൊന്നും ഫില്ലായില്ലെങ്കിൽ അപ്പോൾ ആ സീറ്റ് പിന്നെ അടുത്ത തേർഡ് സ്പോട്ടിൽ തന്നെയുള്ള അടുത്ത റൗണ്ടിൽ OEC candidates ട്രാൻസ്ഫർ ചെയ്യും. The registered candidates will be called for an online meeting in the order of their rank. റാങ്ക് ബേസിസിലായിരിക്കും വിളിക്കുക. ഓൺ ദ ബേസ് ഓഫ് +2 മാർക്സ് ഇൻ ദ കേസ് ഓഫ് SC/ST candidates outside the rank list. റാങ്ക് ലിസ്റ്റിലില്ലാത്ത SC/ST സ്റ്റുഡൻസിന് +2 മാർക്സിൻ്റെ ബേസിസിലും വിളിക്കും. They will be considered for admission to the vacant seats on the basis of their eligibility. The details of online meeting along with the meeting will be sent to the registered email address of the candidate. Registered email addressലേക്കാണ് ഓൺലൈൻ മീറ്റിങ്ങിനെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് എല്ലാം വരിക. ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും വരിക. ദ ഓൾറെഡി അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദ അലോട്ട്മെൻറ്റ് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഓൺവേർഡ്സ്. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവരെ കൺസിഡർ ചെയ്യില്ല. ടു ബി മോർ സ്പെസിഫിക്, ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു എനി ഓഫ് ദ UG പ്രോഗ്രാംസ് ഓഫ് QSAT in any of the regular allotments or spot admission made earlier and those candidates got allotment in the first round of spot admission will not be considered for allotment from the second round of this spot admission. ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ കൺസിഡർ ചെയ്യും എല്ലാവരെയും. ഓൾറെഡി അഡ്മിഷൻ കിട്ടിയവരൊക്കെ കൺസിഡർ ചെയ്യും. പക്ഷേ അടുത്ത റൗണ്ട് തൊട്ട് എന്താ പറയുക, അലോട്ട്മെൻറ്റ് കിട്ടിയവരെ ഒന്നും കൺസിഡർ ചെയ്യില്ല. കിട്ടാത്തവർക്ക് മാത്രമായിരിക്കും consider. The second round will commence after updation of seats on completion of first round and the third round after completion of second round and so on till the vacancies are filled up. സെക്കൻഡ് റൗണ്ട് ഇത് ഫസ്റ്റ് റൗണ്ടിൻ്റെ വാക്കൻസി അനുസരിച്ച് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് റൗണ്ട്, അങ്ങനെ ഓരോ റൗണ്ടും വാക്കൻസി വരുന്നതനുസരിച്ച് ഉണ്ടാവും. അവസാനം എല്ലാ വാക്കൻസിയും തീരുന്ന വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. The vacancies under NRI category are also included in the spot admission and those candidates included in the rank list and not yet applied for seats under NRI quota will also be considered for the vacancies. NRI category ഇതിൽ കൺസിഡർ ചെയ്യും കേട്ടോ. അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് മുമ്പ് NRI സീറ്റിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് NRI അവർക്ക് ഉണ്ടെങ്കിൽ നെസറി പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യും. ഇഫ് ഗോട്ട് അലോട്ട്മെൻറ്റ് ദേ നീഡ് ടു പേ ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് 5,000 ടുവേർഡ്സ് അപ്ലിക്കേഷൻ ഫീ ഫോർ NRI സീറ്റിനുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അവരൊരു അഡീഷണൽ എമൗണ്ടായ 5,000 പേ ചെയ്യണം. ദ വേക്കൻറ്റ് NRI സീറ്റ്സ് ഇഫ് എനി അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് റൗണ്ട് ഓഫ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ വിൽ ബി converted as general all India merit seats and will be offered to the candidates in the rank list. NRI സീറ്റിലെ വാക്കൻസിയും ഫസ്റ്റ് റൗണ്ടിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് മുതൽ ജനറൽ ഓൾ ഇന്ത്യ മെറിറ്റ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലുള്ള മറ്റ് സ്റ്റുഡൻസിന് കൊടുക്കും. ദ മീറ്റിംഗ് ലിങ്ക് വിൽ ബി സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. ദോസ് കാൻഡിഡേറ്റ്സ് കോൾ ഫോർ ദ ഓൺലൈൻ മീറ്റിംഗ് ആൻഡ് ഫെയിൽ ടു ലോഗ് ഇൻ ബിഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് ജോയിനിങ് ടൈം
will not be considered for admission in the particular spot admission. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സമയത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നെറ്റ് കണക്ഷനൊക്കെ എല്ലാവരും ക്ലിയർ ആക്കി വെക്കാം. If allotted, candidates need to upload the stipulated certificates and remit the prescribed fee that day itself through candidates home page. അലോട്ട്മെൻറ്റ് കിട്ടിയ അന്ന് തന്നെ ഫീ പേ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സും ഫീ എല്ലാം റെഡിയാക്കി വെക്കണം. ഇഫ് ഫെയിൽ ടു ഡു സോ അലോട്ട്മെൻറ്റ് ഗിവൻ ടു ദ കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽ ആൻഡ് ഹി ഓർ ഷീ വിൽ നോട്ട് ബി കൺസിഡർ ഫോർ ഫർദർ സ്പോട്ട് അഡ്മിഷൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോവും. പിന്നെ ഫർദർ സ്പോട്ട് അലോട്ട്മെൻറ്റൊന്നും കൺസിഡർ ചെയ്യുമില്ല. അപ്പോൾ ഇതാണ് സ്പോട്ട് അഡ്മിഷനെ പറ്റിയുള്ള അപ്ഡേറ്റ്. കുറേ പേര് ഇപ്പോഴും സ്പോട്ട് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ബ്രാഞ്ച് മാറാനുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യുക 1-ാം തീയതി തന്നെ. അപ്പോൾ എല്ലാവർക്കും അപ്ഡേറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യണം ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടാനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.